ഇന്ന് നവരാത്രി സ്പെഷ്യൽ വെറൈറ്റി അവൽ മിച്ചർ തയ്യാറാക്കാം. അതിനായി ഞാൻ കശുവണ്ടിയുടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കശുവണ്ടിയും വറുത്തെടുക്കണം, ബദാമും വറുത്തെടുക്കണം. ബദാം ഇവിടെ കഴുകി എടുത്തു വെച്ചു. ഇതും റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്ത് അവൽ മിച്ചർ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അവൽ മിച്ചർ തയ്യാറാക്കുവാൻ 200 ഗ്രാം മട്ട അവൽ ഇവിടെ എടുത്തു. ഇത് 1 സ്പൂൺ നെയ്യൊഴിച്ച് കരികരിപ്പായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 100 ഗ്രാം പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കായുടെ സീഡ്, ഇത് തൊലി കളഞ്ഞെടുത്താണ്. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കശുവണ്ടി, ബദാം ഇത് ആവശ്യത്തിനെടുക്കാം. ഇതൊന്ന് പൊട്ടിച്ചിടണം. കിസ്മിസ്, നിലക്കടല ഇതും നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കണം. ആദ്യം അവൽ റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രം അടുപ്പിൽ വെച്ചു, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി അവൽ ഇട്ടങ്ങ് വറുത്തെടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ചെറുതീയിൽ വറുത്തെടുക്കണം. അവൽ കരികരിപ്പായി ചെറുതീയിൽ മൂത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ അവൽ മിച്ചറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെളുത്ത അവൽ വെച്ച് അതിൻ്റെ നട്ട്സിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പൊട്ടുകടല, നിലക്കടല ഇതൊക്കെയാണ് ഞാൻ ചേർത്തത്. ഇത്തവണ കശുവണ്ടി, ബദാം, കിസ്മിസൊക്കെ ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടെ മധുരം കൂടുതലിടുന്നുണ്ട്. ഇത് നവരാത്രി സ്പെഷ്യലല്ലേ. അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ലാത്തതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ അവൽ മൂക്കട്ടെ. അവൽ മൂത്തു കണ്ടോ, പൊടിവിടാതെ പെട്ടെന്ന് പൊടിഞ്ഞു പോരുന്നു. അപ്പോൾ അവൽ മൂത്തു. നമുക്കിനി ഓഫാക്കിയേക്കാം. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ മിച്ചർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കൂടുതൽ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്കിനി ഓഫാക്കാം. അവൽ മൂത്തു. ആ ചൂടോടുകൂടി തന്നെ പഞ്ചസാരയും ഏലക്കായുടെ പൊടി ചെങ്ങിടാം. ആ ചൂടോടുകൂടി തന്നെ ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഇനി നട്ട്സ് എല്ലാം നെയ്ക്കകത്ത് വറുത്ത് ചേർത്ത് യോജിപ്പിക്കാം. നല്ലൊരു സ്മെല്ല്. രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് അത് ഞാൻ കുറച്ച് ഒന്ന് പൊട്ടിച്ചെടുത്തു. ബദാമും കശുവണ്ടി ഇതൊന്ന് നെയ്ക്കകത്ത് വറുത്തിടാം. ആവശ്യത്തിനെടുക്കാം. പൊടിച്ചത് കുറച്ചെടുത്ത് ഈ നട്ട്സ് മൂത്തു കോരിയെടുക്കാം. ഇനി പൊട്ടിക്കാതെ കുറച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ നട്ട്സും മൂത്ത് കോരിയെടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി.
എല്ലാം കഴുകി വറുത്ത് വെച്ചിരുന്നതാണ്. ഇനി കിസ്മിസ് ഇടാം. ഇത് നവരാത്രി സ്പെഷ്യൽ ആയതുകൊണ്ട് കൂടുതൽ മധുരമുണ്ട്. ഇത് മധുരം വേണ്ടാത്തവർക്ക് പഞ്ചസാരയ്ക്ക് പകരം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തും പ്രിപ്പയർ ചെയ്യാം. കിസ്മിസ് മൂത്ത് കോരിയെടുത്തേക്കാം. ഇനി കുറച്ച് നിലക്കടല അതും കൂടി അങ്ങ് മൂപ്പിച്ചിടാം. നിലക്കടല ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് മധുരം വേണ്ടാത്തവർക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയ്ക്ക് പകരം ചേർത്ത് ഈ അവൽ മിക്സർ തയ്യാറാക്കാം. അതും കൂടുതൽ ടേസ്റ്റിയാണ്. ഇപ്പം നവരാത്രിക്ക് ആയതുകൊണ്ട് മധുരം ഇട്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. കൂടുതൽ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അവലും റോസ്റ്റ് ചെയ്ത നട്ട്സും എല്ലാം ചേർത്തു. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട്. എല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കാം. നമ്മുടെ വെറൈറ്റി അവൽ മിക്സർ ഇവിടെ റെഡിയായി. നവരാത്രി സ്പെഷ്യൽ വെറൈറ്റി അവൽ മിക്സർ ഇവിടെ ഞാനൊരു സേർവിങ് ബൗളിലേക്ക് എടുത്തു. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.